നിങ്ങളുടെ കുഞ്ഞ് പെട്ടെന്ന് എല്ലാവരെയും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയോ? മുന്നിൽ ചിരിച്ചു കളിച്ച് എല്ലാവരുടെ പോയിരുന്ന കുഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ ആരെടുത്താലും കരയാണ്. ചില അമ്മമാരെങ്കിലും കുട്ടികളുടെ ഈ സ്വഭാവം കണ്ടിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടാവും, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളുടെ ഡെവലപ്മെന്റ് ഫേസിൽ അവർക്ക് വരുന്ന ഈ സ്റ്റേജിന്റെ പേരാണ് സ്ട്രേഞ്ചർ ആൻസൈറ്റി. എന്റെ പേര് ഡോക്ടർ റാഷിദ. വെൽക്കം ടു ഡോക്ടർ മോം ഡയറീസ്. ഇന്ന് നമുക്ക് കുട്ടികളിൽ ഉണ്ടാവുന്ന സ്ട്രേഞ്ചർ ആൻസൈറ്റിനെ പറ്റി സംസാരിക്കാം. എന്താണ് സ്ട്രേഞ്ചർ ആൻസൈറ്റി? സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്ടക്കേടുകളാണ്. ആ സമയത്ത് അവരുടെ അമ്മയോ എടുത്താരാണ് അവർക്ക് പരിചയമുള്ളത് അവരെടുക്കാൻ വേണ്ടിയിട്ട് അവർ കരയും. മെയിനായിട്ട് ഇത് 6 മാസം മുതലാണ് കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് 8 മാസം മുതൽ 12 മാസം വരെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇത് നമ്മളുടെ കുഞ്ഞിന്റെ ബാഡ് ബിഹേവിയറോ അല്ലെങ്കിൽ നമ്മളുടെ പാരന്റിങ് മിസ്റ്റേക്സോ കൊണ്ടോ ഉണ്ടാവുന്ന ഒരു കാര്യമില്ല. ആക്ച്വലി ഇത് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു സൈനാണ്. ഈ സമയത്ത് കുഞ്ഞ് സ്ലോലി മനസ്സിലാക്കാണ് ഇതെന്റെ അമ്മയാണ്, ഇതെനിക്ക് അറിയുന്ന ആൾക്കാരാണ്, ഇതെനിക്ക് അറിയാത്ത ആൾക്കാരാണെന്നൊക്കെ. അതായത് കുഞ്ഞ് റിലേഷൻഷിപ്സ് തിരിച്ചറിയാൻ വേണ്ടി പഠിക്കാനെന്ന് അർത്ഥം. ഇനി സ്ട്രേഞ്ചർ ആൻസൈറ്റി ഉള്ള കുഞ്ഞുങ്ങളിൽ കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് മറ്റാരെങ്കിലും എടുക്കുമ്പോൾ കരയുക, അമ്മേനെ തന്നെ മുറുക്കി പിടിച്ചിരിക്കുക, ക്രൗഡിന് ഇഷ്ടപ്പെടാണ്ടിരിക്കുക, അറിയാത്ത ആരെങ്കിലും എടുക്കുമ്പോൾ കരയുക, പിന്നെ അമ്മ പോകുമ്പോൾ അപ്സെറ്റ് ആവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കാണിക്കാം. പക്ഷെ ഇതൊക്കെ കംപ്ലീറ്റ്ലി നോർമൽ ആണ് കേട്ടോ. ഇതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനി കുട്ടികൾ സ്ട്രേഞ്ചർ ആൻസൈറ്റി കാണിക്കുന്ന സമയത്ത് പാരന്റ്സായി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ഈ സമയത്ത് കുഞ്ഞിനെ നിർബന്ധിച്ച് മറ്റാരെ കൊണ്ടോ ഇടിപ്പിക്കരുത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് കരയുന്ന സമയത്ത് എന്തിനാ കരയണത്, അതിന്റെ ഒപ്പം കരയുക, അങ്ങനെയൊക്കെ ചെയ്ത് അവരെ ഇൻസൾട്ട് ചെയ്യരുത്, ഷെയിം ചെയ്യരുത്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ പേടിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്കൊരു സേഫ്റ്റി ഫീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഈ സമയത്ത് നമുക്ക് കുഞ്ഞിനെ പതുക്കെ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവർ കരയുന്ന സമയത്ത് അവരെ കംഫർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്മൈൽ ചെയ്തിട്ട് കാമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ സിറ്റുവേഷനെ കുട്ടിക്കും കൂടി കംഫർട്ടബിൾ ആക്കി കൊടുക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും, പതുക്കെ അതിൽ ഇൻവോൾവ് ആയിക്കോളും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ കുട്ടികളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരുപോലെയല്ല. ചില കുട്ടികൾ ഭയങ്കര സോഷ്യൽ ആയിരിക്കും, ചില കുട്ടികൾക്ക് എന്തെങ്കിലും സമയം എടുക്കും. സോ നമ്മളിങ്ങനെ അവരെ കമ്പയർ ചെയ്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുഞ്ഞ് എല്ലാവരുടെ അടുത്തും പോവാത്തതപ്പോ അവനൊരു ബാഡ് ബേബി ആയതുകൊണ്ടല്ല, അവൻ സുരക്ഷിതത്വം തരുന്നത് കൊണ്ടാണ്. മദർഹുഡിൽ ഇങ്ങനത്തെ ഫേസസ് ഒക്കെ ടെമ്പററി ആണ്. അപ്പൊ ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പൊ അതൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ ഹാപ്പി പാരന്റിങ്.